സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരു ആനിമി കണ്ടായിരുന്നു, ലൈക്ക് ലോർഡ് ഓഫ് മിസ്റ്ററീസ് എന്ന് പറയുന്ന ഒരു ആനിമി. ഒരു ഡാർക്ക് ഫാൻറ്റസി ടൈപ്പ് ഒരു ആനിമിയാണ് ഞാൻ ഈ അടുത്ത് കണ്ടു കഴിഞ്ഞത്. അതിൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. സമയങ്ങളാണ് നമുക്ക് വരും. ഈ ഒരു ആനിമി ഒരു ലൈക്ക് ഒരു ജാപ്പനീസ് അല്ല, ലൈക്ക് ഇത് ഒരു ചൈനീസ് ആനിമിയാണ്. ലൈക്ക് ചൈനീസ് സംഭവം. സോ അതാണത്. അപ്പോൾ ഞാൻ കണ്ടു ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ലൈക്ക് നിങ്ങളൊരു ഇപ്പോൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഹാരി പോട്ടറും അല്ലെങ്കിൽ ഈ സൈഡിൽ ഒരു ഷെർലക് ഹോംസും മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു സാധനമായിരിക്കും ഈ ലോർഡ് ഓഫ് മിസ്റ്റേക്സ്. എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ലൈക്ക് ഫസ്റ്റത്തെ 2 എപ്പിസോഡ്സ്, ഫസ്റ്റും സെക്കൻഡും എനിക്ക് അത്ര എന്താ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അത് എനിക്ക് മാത്രമാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, പക്ഷെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. പിന്നെ വന്നതാണ് ട്രാക്ക് മാറി, ലൈക്ക് 3-4 പിന്നെ ഒരു ഭയങ്കര എന്താ ഫാസ്റ്റ് ആയിട്ട് പോയി. പിന്നെ എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഇതെങ്ങനെയാണ് സംഭവത്തിൽ നടക്കുന്നുണ്ടോ. 30s-ലാണ്, ഭയങ്കര 30s-ലാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. എന്നുവെച്ചാൽ ഇവൻ ഒരാള് റിച്വൽ ചെയ്തോണ്ടിരിക്കുന്നു ചെറുക്കൻ. അപ്പോൾ ആ റിച്വൽ ചെയ്തോണ്ട സമയത്ത് അവൻ ബാക്കിലോട്ട് പോയി, 30s-ലോട്ട് പോയി. അപ്പോൾ ആ 30s-ലോട്ട് പോകുമ്പോൾ അവനൊരു ഒരാൾ സൂയിസൈഡ് ചെയ്ത്, ആളുടെ പേരാണ് ക്ലേവ്. അവന്റെ ബോഡിലോട്ട് പോയി. അപ്പോൾ അവന് കുറച്ച് സംശയങ്ങളുണ്ട്, കാരണം അവൻ നേരത്തെ ഇരുന്ന ആ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിലോട്ട് പോയി. അതെങ്ങനെ സംഭവിച്ചത്, അതൊക്കെ ഇങ്ങോട്ട് പോയത്, അതേപോലെ തന്നെ ആരാണ് ഈ ക്ലേവ്, അതേപോലെ അവിടെ ഇത് ഈ വർഷത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എന്താ സംഭവം. പേരിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ, ലൈക്ക് ലോർഡ് ഓഫ് മിസ്റ്റീരീസ് ആണ് സത്യം പറഞ്ഞത്. കാരണം കുറെ കാര്യം നമുക്ക് മനസ്സിലാവില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒക്കെ മനസ്സിലാവും. എന്നുവെച്ചാൽ ഇതൊരു വേൾഡ് ബിൽഡിംഗ് സാധനമാണ്, ഒരു വേൾഡ് ബിൽഡിംഗ് സാധനം. നമ്മളിപ്പോൾ ഫസ്റ്റ് സീസണിൽ കഴിഞ്ഞിട്ടുള്ളൂ, ലൈക്ക് 13 എപ്പിസോഡ്സ് മറന്നു. ഈ ഇത്ര എപ്പിസോഡ്സ് നമ്മൾ കണ്ടു. ലൈക്ക് അവസാനം 13 തോന്നുന്നു അവസാനം. അവസാനത്തെ എത്തുമ്പോൾ എനിക്ക് ചെറിയ ഇമോഷണൽ ആയി, കാരണം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഞാൻ അത്ര പ്രതീക്ഷിച്ച് കണ്ടൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഹൈപ്പായിരുന്നു. കാരണം ഒരു ചൈനീസ് ഒരു നോവൽ ഇതിൽ ബേസായി തുടങ്ങിയ സംഭവം കൊണ്ട് തന്നെ ഒരു ഭയങ്കര എന്താ ഇൻട്രസ്റ്റ് ആയിരുന്നു. ലൈക്ക് ഹാരി പോട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് മാജിക് ആ സംഭവം, മാജിക് പോർഷൻസും ആ സാധനം, പിന്നെ കുറച്ച് ഡിറ്റിക്ക് പരിപാടി. പിന്നെ ഇതിലത്തെ ആനിമേഷൻ ഒക്കെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര സ്മൂത്ത് ആയിരുന്നു ആനിമേഷൻ. എസ്പെഷ്യലി ക്യാരക്ടേഴ്സ് ഭയങ്കര ഇതിലെല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ആനിമ. കാരണം ഭയങ്കര രസമാണ്, ഭയങ്കര രസമായിരുന്നു. ലൈക്ക് ഇതൊരു മാജിക്കും പിന്നെ ഈ നമുക്ക് കേസ് അന്വേഷിക്കണം എല്ലാം കൂടെ മിക്സ് ചെയ്ത ടൈപ്പാണ്. യെസ്, ഒരു മസ്റ്റ് വാച്ച് സംഭവം തന്നെയാണ്. നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക, ഭയങ്കര രസമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് 2 എപ്പിസോഡ്സ് മനസ്സിലാവില്ല, പിന്നെ വരാൻ പോകുന്ന എക്സ്പെക്ട് എപ്പിസോഡ്സ് ഒക്കെ ഭയങ്കര എന്താ ഫാസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഞാൻ പറഞ്ഞ പോലെ അത്ര ഞാൻ സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നുമല്ല വന്നത്, വെറുതെ ഇരുന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാത്ത രസമായിട്ട് തോന്നുന്നില്ല, എന്നാലും അടുത്ത വീഡിയോ വന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാൻ ഒന്നും കാണില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇനി വന്നതായിരിക്കും. ഇതേപോലത്തെ അല്ല, ഇതിനേക്കാൾ ബെറ്റർ. കാരണം ഇത് എനിക്ക് വെറുതെ ഞാൻ ജസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ബൈ ഗൈസ്, ബൈ.